നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിലെ ഈ സീസണിലെ തങ്ങളുടെ അവസാനത്തെ മത്സരത്തിൽ റയൽ മാഡ്രിഡിന് ജയം ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് അവർ സെവിയയെ പരാജയപ്പെടുത്തിയത്. കിലിയൻ എംബാപ്പെ ഗോളടി തുടർന്നു. അദ്ദേഹം ഈ സീസണിലെ തൻ്റെ 41ാമത്തെ ഗോളാണ് ഇന്നലെ കണ്ടെത്തിയത്. കൂടാതെ ജൂഡ് ബെല്ലിംഗാമും ഒരു ഗോൾ കണ്ടെത്തി. ഏകപക്ഷീയമായ 2 ഗോളിനാണ് റയൽ വിജയിച്ചത്. റയലിനെ സംബന്ധിച്ചിടത്തോളം അവസാന മത്സരം റയൽ സോസിഡാഡിനെതിരെ വരുന്ന ശനിയാഴ്ച ഇന്ത്യൻ സമയം രാത്രി 7:45 മികച്ചൊരു പ്രകടനം നടത്തിക്കൊണ്ട് അവർക്ക് അവരുടെ പ്രിയപ്പെട്ട കോച്ച് കാർലോ ആഞ്ചലോട്ടിയെ യാത്രയാക്കണം സാന്റിയാഗോ ബെർണാബൂവിൽ. അതുകൊണ്ട് തന്നെ മികച്ചൊരു പ്രകടനം ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. അതിനൊക്കെ അപ്പുറം അവർക്ക് സീസണിൽ കിരീടം നഷ്ടമായെങ്കിലും ക്ലബ്ബ് വേൾഡ് കപ്പ് അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് മികച്ച വിജയങ്ങൾ നേടിക്കൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടി പുതിയ കോച്ചിന് കീഴിലിറങ്ങണം. അതുകൊണ്ട് തന്നെ അടുത്ത കളി പൊളിച്ചെടുക്കാൻ തന്നെയായിരിക്കും റയലിൻ്റെ തീരുമാനം. ഈ മത്സരത്തിൽ സെവിയയുടെ മൈതാനത്ത് റയൽ ഇറങ്ങിയപ്പോൾ മുന്നേറ്റങ്ങൾ നയിക്കാൻ കിലിയൻ എംബാപ്പയും എൻട്രിക്കും ജൂഡ് ബെല്ലിംഗാമും ആർദ ഗ്യൂളറും ലൂക്ക മോഡ്രിച്ചും ഒക്കെ ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. കളിയുടെ ആദ്യ പകുതിയിൽ പക്ഷേ റയലിന് ഗോളുകൾ കണ്ടെത്താൻ പറ്റിയില്ല. അതേസമയം സെവിയയ്ക്ക് തിരിച്ചടി ഏറ്റിരുന്നു. 12ാമത്തെ മിനിറ്റിൽ ബെയ്ഡിന് റെഡ് കാർഡ്, രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ റൊബേറോക്ക് റെഡ് കാർഡ്. അങ്ങനെ അവരുടെ എണ്ണം ശുഷ്കിച്ചു പോയിരുന്നു. എന്നാൽ 75ാമത്തെ മിനിറ്റിലാണ് റയലിൻ്റെ ആദ്യ ഗോൾ വരുന്നത്. കിലിയൻ എംബാപ്പയിലൂടെ, ലൂക്ക മോഡ്രിച്ചിന് അസിസ്റ്റിൽ നിന്ന് എംബാപ്പയിലൂടെ റയൽ മാഡ്രിഡ് ലീഡെടുത്തു. തുടർന്ന് 87ാമത്തെ മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗാമും ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് അവർ വിജയിച്ച് കയറുകയായിരുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.